ഹായ് ഫ്രണ്ട്സ്, ദി ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ എനിക്കിന്ന് വന്നിട്ടുണ്ട്, കൊറിയറായിട്ട് വന്നതാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണം, പിന്നെ എന്തൊക്കെ പ്ലാൻസ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ പ്ലാൻസ് ഒക്കെ വന്നിട്ടുള്ളത് സീ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ. അപ്പോൾ സീ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അവർ അയച്ചു തന്നിട്ടുള്ള ബോക്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്ലാൻസ് ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നല്ല തിക്കായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ബോക്സാണ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് കൊറിയറായിട്ട് വന്നതാണ്. അപ്പോൾ നല്ല സേഫ് ആയിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. യാതൊരു പ്രശ്നങ്ങളൊന്നും ബോക്സിന് പുറമേ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പുറമേ ഉള്ള ഒരു പ്ലാസ്റ്റിക് റാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അയച്ചു തന്നിട്ടുള്ളത് സീ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്ലാൻസിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ വെറൈറ്റിയാണ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ വയലറ്റാണ്. ഒരു ബ്ലൂ കളറിലെ ഫ്ലവർ ഇടുന്ന ഒരു ആഫ്രിക്കൻ വയലറ്റാണ്. നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ പോട്ട് ഉൾപ്പെടെയാണ് പാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ലപോലെ തന്നെ കുഴപ്പമൊന്നുമില്ലാതെ കൊറിയറിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചൂട് ഭാഗമൊക്കെ ആയാലും നല്ലപോലെ തന്നെ കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് പോട്ടിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോയിട്ട് പ്ലാന്റ്സിനുള്ള ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. നല്ല സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് പ്ലാന്റ്സ് എല്ലാം. പിന്നെ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 160 രൂപയാണ് കേട്ടോ. ഒരു പോട്ടിന് വരുന്നത് 160 രൂപ. അത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് 160 രൂപ ആവുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും ഒരു ആഫ്രിക്കൻ വയലറ്റ് തന്നെയാണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ പിങ്ക് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ സെയിം റേറ്റ് 160 രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും വരുന്നത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു ഫിലോഡൻഡ്രം വെറൈറ്റിയാണ്. ഫിലോഡൻഡ്രം സിൽവർ സോഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിൽവർ ഗ്രീൻ കളറിലെ ഷെയ്ഡ് വരുന്നൊരു ഒരു ലീഫാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു സിൽവർ സ്വാഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് ഇത്രയുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 230 റുപ്പീസാണ്. ഇനി അടുത്ത പ്ലാന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി കുറച്ചൊരു സിങ്കോണിയം വെറൈറ്റീസിൻ്റെ ഒരു കളക്ഷൻ കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് അതൊക്കെ തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എടുത്ത സിങ്കോണിയം. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ ഓരോരോ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ആദ്യം എടുത്ത സിങ്കോണിയം ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ചെറിയ ചെറിയ ലീഫായിട്ടുള്ള സിങ്കോണിയാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്സാണ്. സിങ്കോണിയംസ് നല്ല തിക്കായിട്ടുള്ള എല്ലാം നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അത്യാവശ്യം ഒരു മിനിമം ഒരു 10 പ്ലാന്റ്സ് എങ്കിലും ഒരു പോട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്തതൊരു ചോക്ലേറ്റ് കളറിൽ വരുന്ന ഒരു പിങ്ക് വെയിൻസ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു സിങ്കോണിയാണ്. അത്യാവശ്യം വലിയ ലീഫുണ്ടോ അതിന്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്ത പ്ലാന്റ് സെല്ലം എന്ന് പറയുന്നത് ഫിലോഡോൺഡ്രം സെല്ലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ സിങ്കോണിയം വെറൈറ്റീസ് ഞാൻ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കൈ കിട്ടിയത് ഈ ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ 2-3 ലീഫൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ എത്ര കെയർ ചെയ്ത് നമ്മൾ ഫ്രൂട്ട് മിക്സിലൊക്കെ നട്ട് വെച്ചതിന് ശേഷവും ചെറുതായിട്ട് ഇങ്ങനെ ലീഫ് ഇങ്ങനെ പോകുന്നൊരു പ്രശ്നം ഞാൻ ഇതിന് പൊതുവേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് അലോക്കേഷ്യ വെറൈറ്റിയാണ്. അലോക്കേഷ്യൻ്റെ ഒരു മിനിയേച്ചർ ലീഫ് തരുന്ന ഒരു വെറൈറ്റിയാണ്. അലോക്കേഷ്യ ബാമ്പിനോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇത്രയും നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്നത് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. നമുക്ക് ഇൻഡോറൊക്കെ വെച്ച് പോട്ടിലൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ്. ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയൊരു പ്ലാന്റ് റബ്ബർ പ്ലാന്റ് ആണ്. റബ്ബർ പ്ലാന്റിന് അതിനൊരു വെരിഗേറ്റഡ് ലീഫ് ഇങ്ങനെ വരുന്ന ഒരു വൈറ്റും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്. നല്ല ചെറിയ പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ഇതിന് യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്ത് ഇവർ അയച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സിങ്കോണിയം. ഇനി ബാക്കിയുള്ളത് മൊത്തം സിങ്കോണിയം വെറൈറ്റീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു പിങ്ക് കളറിൽ വരുന്നൊരു സിങ്കോണിയം വെറൈറ്റിയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സിങ്കോണിയം വെറൈറ്റീസിനൊക്കെ ഏകദേശം 150 അതിന് മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാ സിങ്കോണിയും ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു സിങ്കോണിയം നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു സിങ്കോണിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീനും കൂടെയുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ചെറിയ ചെറിയ ലീഫായിട്ട് നല്ല രസമാണ്. നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് ഈ കാണുന്ന സിങ്കോണിയംസ് ഒക്കെ. കണ്ടോ, നല്ലപോലെ തന്നെ ബുഷിയായിട്ട് അത്യാവശ്യം ഒരു മിനിമം ഒരു 6 to 10 പ്ലാന്റ്സ് ഒരു പോട്ടിൽ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ കാണുന്നത് അത്രയും നല്ല തിക്കായിട്ട് ചെറിയ ചെറിയ ലീഫ് തരുന്ന ഒരു വെറൈറ്റി സിങ്കോണിയാണ്. സിങ്കോണിയം മിനി പിക്സി എന്നാണ് ഇതിനെ പറയുന്നത്. തീരെ ചെറിയ ലീഫാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. തീരെ ചെറിയ ചെറിയ ലീഫാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അകത്തൊരു 50-60 പ്ലാന്റ്സ് കണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും തിക്കായിട്ടാണ് ഈ ഒരു ചെറിയ പോട്ടിൽ ഈ ഒരു സിങ്കോണിയംസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു സിങ്കോണിയം കളക്ടേഴ്സിൻ്റെയൊക്കെ കയ്യിൽ അത്യാവശ്യം നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഈ ഒരു മിനി പിക്സി എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും തിക്കായിട്ടും നല്ല ചെറിയ ചെറിയ ലീഫ് ഇടുന്ന ഒരു പ്ലാന്റാണ്. ഇഷ്ടംപോലെ തൈകൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവും. നല്ല തിക്കായിട്ട് വളരുള്ളൂ ഇത്.
ഇനി നമുക്ക് അടുത്ത സിങ്കോണിയം വെറൈറ്റി നോക്കാം. അപ്പോൾ അത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഗ്രീനിഷ് വൈറ്റ് കളറിൽ വരുന്ന ഒരു സിങ്കോണിയാണ്. അത്യാവശ്യം കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം. ലാസ്റ്റ് പ്ലാന്റ് ആണ്, അതും ഒരു സിങ്കോണിയം തന്നെയാണ്. അപ്പോൾ ലാസ്റ്റത്തെ പ്ലാന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ലീഫ് തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സിങ്കോണിയം വെറൈറ്റീസിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ 150 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മാത്രമേ ഉള്ളവർക്ക് സെയിൽസ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ എന്തായാലും അവരുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. അപ്പോൾ ജസ്റ്റ് അവർക്കൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്ലാൻസ് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ കൊറിയറായിട്ട് വന്നിട്ടുള്ള പ്ലാൻസ് എല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഫിലോഡൻഡ്രം സിൽവർ സോഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി, പിന്നെ 2 ആഫ്രിക്കൻ വയലറ്റ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മുടെ ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് സിങ്കോണിയം വെറൈറ്റീസ് ആയിരുന്നു. ഒരു 6-7 വെറൈറ്റി സിങ്കോണിയംസ് ഒരു ബോക്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ മിനി പിക്സി എന്ന് പറയുന്ന വെറൈറ്റി. ആ തിക്കായിട്ട് ചെറിയ ലീഫ് വരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു. നല്ല പ്ലാന്റ് ആയിരുന്നു അതൊക്കെ. അതുമാത്രമല്ല എല്ലാ പ്ലാന്റും നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ആ ഒരു പോട്ടിൽ അത്യാവശ്യം നല്ല ഫില്ലായിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ സിങ്കോണിയംസ് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു സെല്ലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അലോക്കേഷ്യ ബാംബിനോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, പിന്നെ റബ്ബർ പ്ലാന്റും. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു നമുക്ക് ആ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വേറെ പ്ലാന്റ്സ് വരെയിൽ കുറേ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടതിന് താങ്ക്സ്. അപ്പോൾ ഇവരുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. എല്ലാ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.